ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടികയറി. മെയ് 12-നാണ് ഊട്ടുതിരുനാൾ. ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടികയറി. ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി വചന പ്രഘോഷണം നടത്തി. തുടർന്ന് മതബോധന കുടുംബ യൂണിറ്റുകളുടെ സമ്മേളനവും കലാപരിപാടികളും നടന്നു. അമ്പുതിരുനാൾ ദിനമായ വ്യാഴാഴ്ച ദിവ്യബലിക്ക് ശേഷം ഭവനങ്ങളിലേക്ക് അമ്പെഴുന്നള്ളിപ്പും വൈകിട്ട് SNDP കവലയിൽ നിന്നും ഖണ്ഡാകർണൻ വെളിയിൽ നിന്നും പള്ളിയിലേക്ക് അമ്പ് പ്രദക്ഷിണവും നടന്നു. ആഘോഷമായ ദിവ്യബലിക്ക് ഡോക്ടർ എബ്രഹാം മാർ ജൂലിയോസ് കാർമ്മികനായിരുന്നു. തുടർന്ന് മെഗാ മാർഗംകളിയും നടന്നു. 10-ാം തീയതി വൈകിട്ട് 5:30-ന് പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ മുഖ്യ കാർമ്മികനാകും. എറണാകുളം ആശീർഭവൻ ഡയറക്ടർ ഫാദർ യേശുദാസ് പഴമ്പിള്ളി വചന പ്രഘോഷണം നടത്തും. 11-ാം തീയതി വൈകിട്ട് 5:30-ന് കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതലയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് നടക്കുന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികനാകും. ഊട്ടുതിരുനാൾ ദിനമായ 12-ാം തീയതി രാവിലെ 10 മണിക്ക് തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ നെൽസൺ ജോ ബോസിഡി മുഖ്യ കാർമ്മികനാകും. കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ വചന പ്രഘോഷണം നടത്തും. ഫാദർ ജോസഫ് കുന്നത്തൂർ ഊട്ടുസദ്യ വെഞ്ചരിക്കും. ഉച്ചയ്ക്ക് 1-നും 3-നും വൈകിട്ട് 5:30-നും 6:30-നും ദിവ്യബലി, നൊവേന എന്നിവ നടക്കും. രാത്രി 8:30-ന് പാല കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേളയും ഉണ്ടാകും. നമ്മുടെ ദേവാലയത്തിൻ്റെ മുന്നിലുള്ള പമ്പയിൽ ആരും നിൽക്കാറില്ല. നമ്മുടെ കുട്ടികൾക്ക് ഡാൻസ് കളിച്ച് പിതാവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള പന്തലിൽ നിൽക്കുക. ക്രിസ്ത്യാനിമാർ മാത്രം ഇപ്പോൾ അവിടെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ മുൻവശത്തെ ഗേറ്റിൽ ആ കാർപ്പറ്റിൻ്റെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സൃഷ്ടാവും നിയന്താവുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധ അന്തോണീസിന്റെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയെ അണിഞ്ഞ് ആശീർവദിക്കണമേ.
ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ. പുണ്യചരിതമായ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃക നൽകിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം ഞങ്ങൾക്കെന്നും അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏറ്റരുളയണമേ. ക്രിസ്ത്യന്മാരെ, മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, വാത്സല്യങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ദിവസം മുതൽ വലിയ ആഘോഷത്തിൽ തിരുനാളിൻ്റെ എല്ലാവരും ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം നേടുകയാണ്. നമ്മളെല്ലാം വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് തുടക്കം കൊടുക്കുന്നു. വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എടുത്തിരിക്കുന്നത്. 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തേത് അസാധ്യ കാര്യങ്ങളുടെ മനസ്സിൽ, രണ്ടാമത് നഷ്ടപ്പെട്ടു പോയ അന്നത്തെ വിശ്വസം, മൂന്നാമത് നാവികെട്ടിലടിക്കുന്ന വിശുദ്ധൻ. വിശുദ്ധന്റെ കയ്യിലുള്ള ഉണ്ണീശോയെ നോക്കുമ്പോൾ പറയാം, പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ കൊണ്ട് നടന്നുകൊണ്ട് പരിശുദ്ധമ്മയുടെ സ്വഭാവം തന്നെ ദൈവത്തോട് പറഞ്ഞിരിക്കുകയാണ്. എന്ത് കാര്യം ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയില്ല, പക്ഷേ ദൈവത്തിനൊന്നും അസാധ്യമല്ല. വിശുദ്ധ അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥൻ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഉണ്ണീശോയെ ചേർത്ത് പിടിച്ചതുമായിരിക്കും. നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിന്റെ കയ്യിലെ ലില്ലിപ്പൂക്കൾ വിശുദ്ധ അന്തോണീസിന്റെ കരങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ജീവിതത്തിലൊന്നും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വിശുദ്ധ ഔസേപ്പിതാവ് കുടുംബത്തിന്റെ സംരക്ഷകനായി ആഗ്രഹക്കാരനായിട്ട് വിശുദ്ധി നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുക. തന്റെ കൂടെയുള്ളവരുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ആ വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ വിശുദ്ധ അന്തോണീസ് നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട്